അടുത്ത മെൻഡേലിയൻ ഡിസോർഡറാണ് ഫീനൈൽ കീറ്റോനൂറിയ. ഫീനൈൽ കീറ്റോനൂറിയ നമ്മുടെ സിക്കിൾ സെൽ അനീമിയ കഴിഞ്ഞിട്ട് അടുത്ത ഓട്ടോസോമലായിട്ടുള്ള ഡിസീസാണ്. ഓട്ടോസോമൽ ലിങ്ക്ഡ് ആയിട്ടുള്ള ഡിസീസാണ് ഫീനൈൽ കീറ്റോനൂറിയ, അല്ലെങ്കിൽ PKU എന്ന് പറയും, ഫീനൈൽ കീറ്റോനൂറിയ. ഇതൊരു റെസിസീവ്ലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള മെൻഡേലിയൻ ഡിസോർഡറാണ്. റെസിസീവ്ലി നമ്മുടെ ഹീമോഫീലിയ പോലെ തന്നെ റെസിസീവ്ലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ഒരു മെൻഡേലിയൻ ഡിസോർഡറാണ് ഫീനൈൽ കീറ്റോനൂറിയ. ഈ ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവാനുള്ള കാരണം ഒരു എൻസൈമിൻ്റെ അഭാവമാണ്. ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് എൻ എൻസൈം ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ്. ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ് എന്ന് പറഞ്ഞ എൻസൈമിൻ്റെ അഭാവമാണ്, ലാക്ക് കാരണമാണ് ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ്. ഈ എൻസൈമിൻ്റെ ലാക്ക് കാരണമാണ് ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവുന്നത്. സോ ഇതിന് പറയുന്ന പേര് വേറെ ഇത് പറയും ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം. ജന്മനാ തന്നെ ഉണ്ടാവുന്ന ഒരു ഡിസീസായിട്ട് ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. ഇതൊരു ഓട്ടോസോമൽ റെസിസീവ് ട്രെയ്റ്റ് ആണ്. നമ്മുടെ ഹീമോഫീലിയ പോലെ തന്നെ ഇതെന്താണ്, ഒരു ഓട്ടോസോമൽ റെസിസീവ് ട്രെയ്റ്റ് ആണ്. അതിന് കാരണം ഈ പറഞ്ഞ എൻസൈം ഇല്ലാണ്ട് വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻസൈമിൻ്റെ അഭാവം, ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ്. ഈ ജീൻ ഫോർ ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ്, ഈ ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ് ഉണ്ടാവണമെങ്കിൽ അതിന് കാരണക്കാരനായ ജീൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ P ആണ്. സോ ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ് ഉണ്ടാവണമെങ്കിൽ അതിന് കാരണക്കാരനായ ജീൻ ക്യാപിറ്റൽ P ആണ്. ആ ക്യാപിറ്റൽ P ഡോമിനൻ്റ് ഓവർ സ്മോൾ ലെറ്റർ P, നമ്മുടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ വരണ പോലെ തന്നെ. സോ സ്മോൾ p റെസിസീവ് ഹീമോസൈഗസ് അല്ല ഹോമോസൈഗസ് റെസിസീവ് അലീലുകൾ വരില്ലോ, നമ്മുടെ ഹീമോഫീലിയയിൽ പറഞ്ഞ പോലെ SS അലീൽ പറഞ്ഞ പോലെ സ്മോൾ p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹോമോസൈഗസ് റെസിസീവ് ആണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ, ഈ കണ്ടീഷൻ ആണെങ്കിൽ ഫീനൈൽ അലനൈൻ ഹൈഡ്രോളൈസ് ഉണ്ട്, ഈ പറഞ്ഞ ഡിസീസ് ഇല്ല എന്നർത്ഥം, ഡോമിനൻ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തെ റെസിസീവ് ഫോമുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ, ഹോമോസൈഗസ് റെസിസീവ് ഫോമുകൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാക്കും. സോ ഈ ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ടാക്കണമെങ്കിൽ അവരുടെ പാരൻസ്, ഇങ്ങനെയുള്ള ഓഫ് സ്പ്രിങ്സിൻ്റെ പാരൻസ് എപ്പോഴും എന്തായിരിക്കും, നമ്മുടെ ഹീമോഫീലിയയിൽ പറഞ്ഞ പോലെ തന്നെ സിക്കിൾ സെൽ അനീമിയയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഹെട്രോസൈഗസ് ആയിരിക്കും. സോ ഇവരുടെ പാരൻസ് ഹെട്രോസൈഗസ്, ക്യാപിറ്റൽ P സ്മോൾ p എന്ന ഹെട്രോസൈഗസ് ആയിട്ടുള്ള കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ അവരൊരു കാരിയറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഫീനൈൽ കീറ്റോനൂറിയ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിൻ്റെ പാരൻസ് ഹെട്രോസൈഗസ് അല്ലെങ്കിൽ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്ത് രണ്ട് പാരൻറ്റിൽ നിന്നും ആ റെസിസീവ് അലീലുകൾ ഒരുമിച്ച് വന്ന് നമ്മുടെ സിക്കിൾ സെൽ അനീമിയയിൽ പറഞ്ഞ പോലെ തന്നെ ഹോമോസൈഗസ് റെസിസീവ് ഫോമിലെത്തി അവർക്ക് അതുപോലെ ആ ഫീനൈൽ കീറ്റോനൂറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാവുകയും ചെയ്യുന്നു.